ശരിക്കും സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഒരുപക്ഷെ ഈ ഒരു വാർത്ത അവതരിപ്പിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. കാരണം നമ്മൾ ഓരോരുത്തരും അടങ്ങുന്ന ഈ ഒരു സമൂഹം അത്രമേൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് പ്രസംഗിച്ചു, ഒരുപാട് നിയമങ്ങൾ മാറ്റി. പക്ഷേ ഇന്നും ഇന്ത്യയിലെ ഡൽഹിയിലെ തെരുവുകളിൽ ചോര മണക്കുന്നുണ്ട്. മെയ് 15, 2026 കലണ്ടറിലെ അക്കങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും 5 നേഷൻ ടൂറിനെ കുറിച്ചും ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യ എത്തി നിൽക്കുന്നതിനെ കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നു. പക്ഷേ അതേ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ, നമ്മുടെ തലസ്ഥാന നഗരിയിൽ ചോര വാർന്നൊലിക്കുന്ന ഒരു സത്യം ഇന്നും അവശേഷിക്കുന്നു. 2012 നിർഭയ എന്ന പെൺകുട്ടിയെ ആ നരാധമന്മാർ വേട്ടയാടിയപ്പോൾ നമ്മൾ തെരുവിലിറങ്ങി കരഞ്ഞു. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് ആകാശത്തേക്ക് നോക്കി പ്രതിജ്ഞയെടുത്തു. ഇന്ന് 14 വർഷങ്ങൾ കഴിഞ്ഞു. ഇക്കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ മരിച്ചു വീണ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും എണ്ണം നമുക്ക് ഓർമ്മയുണ്ട്. ചില വാർത്തകൾ അങ്ങനെയാണ്, നമ്മളെ കരയിപ്പിക്കും, ചിലത് ചിന്തിപ്പിക്കും. എന്നാൽ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഈ ഒരു വാർത്ത നമ്മളെ നാണം കെടുത്തുന്നു, ലജ്ജിപ്പിക്കുന്നു. 14 വർഷങ്ങൾക്ക് മുൻപ് 2012 ഡിസംബറിൽ നിർഭയ എന്ന പെൺകുട്ടിക്ക് വേണ്ടി രാജ്യം മുഴുവൻ തെരുവിലിറങ്ങിയതാണ്. ഇനി ഒരിക്കലും ഒരു നിർഭയ ഉണ്ടാകില്ല എന്ന് അന്ന് ഭരണകൂടങ്ങൾ പ്രതിജ്ഞയെടുത്തു. 2026 മെയ് 11 രാത്രി നാഗ്ലോയിൽ ഒരു ഓടുന്ന ബസ്സിനുള്ളിൽ അണഞ്ഞുപോയത് 3 മക്കളുടെ അമ്മയായ ഒരു സ്ത്രീയുടെ, ഒരു 30-കാരിയുടെ ആത്മാഭിമാനമാണ്. 2 മണിക്കൂർ, രാത്രി 12 മുതൽ 2 മണി വരെ ആ സ്ത്രീ വേട്ടയാടപ്പെട്ടു. ഡ്രൈവർ ഉമേഷും ഹെൽപ്പർ രാമേന്ദ്രയും ചേർന്ന് ബസ് നഗരത്തിലൂടെ ചുറ്റിക്കറക്കി. ക്രൂരമായ മർദ്ദനമേറ്റ് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റ് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അവർക്ക് നീതിയെക്കുറിച്ചോ ശിക്ഷയെക്കുറിച്ചോ ഒന്നുമല്ലായിരുന്നു ഉത്കണ്ഠ. ആ അവസ്ഥയിലും അവർ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഡോക്ടർ, എന്നെ വീട്ടിൽ വിടും, എന്റെ മക്കൾക്ക് വിശക്കുന്നുണ്ടാകും, ഞാൻ ചെന്നില്ല എങ്കിൽ അവർക്ക് ആര് ചോറുണ്ടാക്കി കൊടുക്കും? എത്ര ക്രൂരമാണ് നമ്മുടെ നാട്! സ്വന്തം മക്കളുടെ വിശപ്പിനെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന ഒരു അമ്മയ്ക്ക് ആ മക്കൾക്ക് മുന്നിലേക്ക് തിരിച്ച് സുരക്ഷിതമായിട്ട് നടന്നു കയറാൻ പോലും കഴിയാത്ത ഒരിടമായിട്ട് ഡൽഹി ഇന്നും തുടരുകയാണ്. ഇതിനെ ശരിക്കും ഡൽഹി കേസ് നമ്പർ 1, നമ്പർ 2, നിർഭയ 1, 2 എന്നൊന്നും വിളിക്കാൻ ഞാനില്ല. കാരണം ഇതൊരു വെബ് സീരീസിന്റെ എപ്പിസോഡൊന്നും അല്ല. ഇത് നമ്മുടെ ലജ്ജയുടെയും തോൽവിയുടെയും നേർചിത്രമാണ്. ഓരോ നമ്പറിന് പിന്നിലും തകർക്കപ്പെട്ട ഒരു കുടുംബമുണ്ട്, ജീവിതങ്ങളുണ്ട്. അത് ഓർക്കണമല്ലോ. നിയമങ്ങൾ ഉറങ്ങുകയാണോ, അതോ മനുഷ്യത്വം മരവിച്ചു പോയോ? നിർഭയ മുതൽ ഇങ്ങ് നാഗ്ലോയ് വരെ നീളുന്ന ഈ 14 വർഷത്തെ ഭയം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സ്ക്രിപ്റ്റുകളില്ലാത്ത, അഭിനയമില്ലാത്ത പച്ചയായ സത്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ക്രൂരമായ മർദ്ദനമേറ്റ് ശരീരം തകർന്ന ആശുപത്രിയിൽ കിടക്കുമ്പോഴും ആ 30-കാരിയായ അമ്മ പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ? എനിക്ക് ചികിത്സ വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം, ഞാനില്ലെങ്കിൽ എന്റെ മക്കൾക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും? സ്വന്തം വേദനയേക്കാൾ ഉപരി വിശന്നിരിക്കുന്ന തന്റെ മക്കളെ ഓർത്ത് വിലപിക്കുന്ന ഒരു അമ്മയുടെ മുന്നിൽ ഈ ഒരു സിസ്റ്റം പൂർണ്ണമായും തോറ്റിരിക്കുകയാണ്, പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ ഇനിയും നമ്പറൊക്കെ കൊടുത്ത് ഭംഗിയാക്കണം. ഇത് ഈ നാടിന്റെ ഉണങ്ങാത്ത മുറിവാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി ആദ്യം ചികിത്സ നിഷേധിച്ചിരുന്നു. തനിക്ക് അഡ്മിറ്റ് ആകാൻ കഴിയില്ല എന്നും വീട്ടിൽ പോകണമെന്നും അവർ വാശി പിടിച്ചു. അതിനവർ പറഞ്ഞ കാരണം കേട്ട് ഡോക്ടർമാർ പോലും സ്തംഭിച്ചു പോയിരുന്നു. താൻ ജോലിക്ക് പോയില്ലെങ്കിൽ, വീട്ടിൽ തിരിച്ചെത്തിയില്ല എങ്കിൽ മക്കൾ പട്ടിണിയാകുമെന്ന് ആ അമ്മ ഭയപ്പെടുന്നു. ആ അമ്മയുടെ ചോദ്യങ്ങൾ ശരിക്കും ഈ ഒരു ഭരണകൂടത്തിന്റെ മുഖത്തേറ്റ വലിയൊരു പ്രഹരമാണ്. മക്കളെ ഓർത്ത് അവർ ചോദിക്കുന്നത്, ഞാൻ പോയില്ലെങ്കിൽ അവരെ ആര് നോക്കും? ശരീരത്തിലേറ്റ മുറിവിനേക്കാൾ ആ അമ്മയെ വേദനിപ്പിക്കുന്നത് ആ മക്കളുടെ ഭാവിയാണ്. ഒരു സാധാരണ കുടുംബത്തിന്റെ ഏക അത്താണിയായ ഒരു സ്ത്രീക്ക് പോലും സുരക്ഷിതമായി ജോലി കഴിഞ്ഞ് മടങ്ങാൻ കഴിയാത്ത ഒരിടമായി നമ്മുടെ തലസ്ഥാനം ഇന്നും തുടരുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ പറഞ്ഞ 2012 നിർഭയ സംഭവത്തിന് ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടായത്? 14 വർഷമായിട്ടും അതേ ക്രൂരത, അതേ പാറ്റേൺ ആവർത്തിക്കുന്നു. ഒരു സ്വകാര്യ ബസ്, അധികാരം കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഡ്രൈവറും ക്ലീനറും, ഒരു രാത്രി സഹായത്തിന് ആരുമില്ലാത്ത ഒരു സ്ത്രീ. സിസ്റ്റത്തിന്റെ കാര്യം നോക്കിയാൽ ഇന്നും സ്വകാര്യ ബസ്സുകളിൽ CCTVകളില്ല, GPS നിരീക്ഷണങ്ങളില്ല. ഇനി ഭയം എന്ന് പറയുമ്പോൾ രാത്രി 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ ഒരു സ്ത്രീക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല. ഇനിയാണ് മെയിൻ മനസ്ഥിതി. അതായത് കുറ്റവാളികൾക്ക് നിയമത്തോട് ലെവലേശം പേടി ഇപ്പോഴുമില്ല. ശരിക്കും നാഗ്ലോയിലെ ആ അമ്മ ചോദിച്ച ചോദ്യം, ആര് ചോറുണ്ടാക്കും? അത് നമ്മൾ ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്. ഒരു സ്ത്രീക്ക് ജോലി കഴിഞ്ഞ് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി മക്കൾക്ക് ഭക്ഷണം നൽകാൻ പോലും കഴിയാത്ത രാജ്യം എങ്ങനെയാണ് പുരോഗമിച്ചു എന്ന് അവകാശപ്പെടുന്നത്? ഇനി പ്രതികൾ പറയുന്നത് പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിന് കാരണമെന്നാണ്. പണത്തിന്റെ പേരിലായാലും മറ്റെന്തിന്റെ പേരിലായാലും ഒരു സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ, അവരുടെ അനുവാദമില്ലാതെ തൊടാൻ ഇവർക്ക് ധൈര്യം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നിയമത്തോടുള്ള പേടി ഇല്ലാത്തത് കൊണ്ടല്ലേ? ഇനി NCRB, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡേറ്റ പ്രകാരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഡൽഹി ഇപ്പോഴും ഒന്നാമതാണ്. 14 വർഷത്തിനു ശേഷവും ഈ ഭയം വിട്ടുമാറുന്നില്ല എങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ എവിടെയോ വലിയ വലിയ പിഴവുകളുണ്ട് എന്ന് സാരം. ചില കണക്കുകൾ നോക്കാം. അതാണല്ലോ ഈ ഒരു കേസിന്റെയും അല്ലെങ്കിൽ ഈ ഒരു വാർത്തയുടെ രീതി. ഇതേ NCRBയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഓരോ വർഷവും 4 മുതൽ 5% വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും 90 റേപ്പ് കേസുകൾ. ഇന്ത്യയിൽ ശരാശരി ഓരോ ദിവസവും 80 മുതൽ
90 വരെ ബലാത്സംഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവ മാത്രമാണ്. ഇനി ഡൽഹിയുടെ കാര്യം നോക്കണം. ദ ക്രൈം ക്യാപിറ്റൽ. രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഡൽഹി ഇപ്പോഴും 1-ാം സ്ഥാനത്താണ്. ഓരോ മണിക്കൂറിലും ഡൽഹി പോലീസിന് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട 50-ലധികം കോളുകൾ ലഭിക്കുന്നുണ്ട്. ഇനി കൺവിക്ഷൻ റേറ്റ്, അതായത് ഏറ്റവും സങ്കടകരമായ കാര്യം ഇത് തന്നെയാണ്. കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന നിരക്ക്, കൺവിക്ഷൻ റേറ്റ് ഇപ്പോഴും 30% താഴെയാണ്. നിർഭയ കേസിന് ശേഷം വന്ന കടുത്ത നിയമങ്ങൾ ശരിക്കും വെറുതെ പേപ്പേഴ്സിൽ ഉണ്ട് എന്നല്ലാതെ ഒന്നുമില്ല എന്നാണ് ഇതിന്റെ ചുരുക്കം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത്രയും ക്രൂരമായ സംഭവം നടന്നിട്ടും പ്രതികൾ ഇപ്പോഴും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. പണത്തിന്റെ തർക്കം പറഞ്ഞ് ക്രൂരതയെ മറച്ചുവെക്കാൻ നോക്കുന്നു. പക്ഷേ ഒരു അമ്മയുടെ കണ്ണീരിന് മുന്നിൽ ഈ ന്യായീകരണങ്ങൾ ഇതിനൊന്നും ഒരു സ്ഥാനവുമില്ല. ചികിത്സ നിരസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകണമെന്ന യുവതി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവർക്ക് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ വിശ്വാസമില്ല എന്നതുകൂടെയാണ് യാഥാർത്ഥ്യം. താൻ ഇവിടെ കിടന്നാൽ തന്റെ കുടുംബം തകരുമെന്ന ബോധം അവരെ വേട്ടയാടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. സോഷ്യൽ മീഡിയയിലും മറ്റും ഇത്തരം കേസുകളെ ഡൽഹി കേസ് 1, ഡൽഹി കേസ് 2, നിർഭയ 1, 2.0 എന്നിങ്ങനെ നമ്പർ ഇടുന്നത് അവസാനിപ്പിക്കണം. ഇത് ഏതെങ്കിലും ക്രൈം ത്രില്ലർ സിനിമയൊന്നുമല്ല. ഓരോ കേസിന് പിന്നിലും ചോര വാർന്ന ഒരു ജീവിതമുണ്ട്. ഇത് ഓരോ അമ്മയുടെയും ഓരോ സഹോദരിയുടെയും സുരക്ഷയുടെ പ്രശ്നമാണ്. ഇത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പരാജയമാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ശരിക്കും? കുട്ടികളെ കടിക്കുന്ന തെരുവ് നായ്ക്കളെ തല്ലാനും കൊല്ലാനും ഒക്കെ മനുഷ്യർക്ക് വലിയ ആവേശമാണ്. എന്നാൽ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പിച്ചു ചീന്തുന്ന ബോധപൂർവം ക്രൂരത ചെയ്യുന്ന ഈ നരാധമന്മാർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? വർഷങ്ങൾ നീളുന്ന കോടതി നടപടികൾ, ജയിലിലെ സുഖവാസം, ഒടുവിൽ എന്നെങ്കിലും ലഭിക്കുന്ന മാപ്പ്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന മൃഗങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ പോലും മനുഷ്യരൂപത്തിലുള്ള ഈ മൃഗങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിസ്റ്റോപ്പിയയിലാണ് ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ജീവിതം അങ്ങേയറ്റം അരാജകവും അടിച്ചമർത്തുന്നതും അല്ലെങ്കിൽ ഭയാനകവുമാകുന്ന ഒരു സാങ്കല്പിക ഭാവിയെക്കുറിച്ചുള്ള സമൂഹമാണ് ഡിസ്റ്റോപ്പിയ എന്ന് പറയുന്നത്. അതായത് തിന്മകൾക്ക് നിയമത്തെക്കാൾ ശക്തിയുള്ള, നീതി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇരുണ്ട ലോകം. നാംഗ്ലോയിലെ ഈ നരാധമന്മാർക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കണം. കേവലം അറസ്റ്റിൽ ഒതുങ്ങരുത്. ഈ കേസ് ഇഴഞ്ഞു നീങ്ങരുത്. ആ അമ്മയുടെയും മക്കളുടെയും കണ്ണീരിന് മറുപടി നൽകാൻ നമ്മുടെ നിയമത്തിന് കഴിയണം. ലോകം പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.